സിമ്പിൾ ആണ്, എന്നാൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രോൺസ് ഫ്രൈ ഉണ്ടാക്കിയാലോ. ഇതിൽ ആവശ്യമുള്ള മസാല എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിന്റെ പേസ്റ്റ്, കുരുമുളക് പൊടി, ഗരം മസാല, കുറച്ച് കോൺഫ്ലവർ, ഉപ്പ്, പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ്. ഇതിന്റെ അളവെന്ന് പറയുമ്പോൾ എന്റെ കയ്യിലുള്ള കൊഞ്ചിന്റെ അളവ് എത്രയാണോ അത്ര അളവിലാണ് ഞാൻ മസാല എടുത്തിട്ടുള്ളത്. ഈ മസാലയൊക്കെ ആദ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കൊഞ്ചിട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് അമർത്തി കുഴച്ചെടുക്കുക. ഇതെല്ലാം കൂടെ നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും മാരിനേറ്റ് ചെയ്യാൻ വെക്കണേ. അത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മുടെ നോർമൽ പ്രോസസ്സ് തന്നെ. ഒരു ചീനച്ചട്ടി വെക്കുക, അതിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. എന്നിട്ട് നമ്മുടെ പ്രോൺസ് ഒക്കെ നിരത്തി കൊടുത്തതിന് ശേഷം മീതെ കുറച്ച് കറിവേപ്പില വെച്ച് കൊടുക്കുക. നോട്ട് ഓൺലി ഫോർ ഡെക്കറേഷൻ, പക്ഷെ ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ, നമ്മൾ ഈ കൊഞ്ചൊക്കെ വറക്കുമ്പോൾ മാക്സിമം ഒരു 4 മിനിറ്റ് ഒക്കെ വറുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഭയങ്കര റബ്ബറി ആയി. അപ്പൊ എന്റെ പ്രോൺസ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുമല്ല, ഞാൻ കഴിച്ചതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് റെസിപ്പീസ് ആയിരുന്നു ഇത്. സീരിയസ്ലി ഗൈസ്, ഭയങ്കര സിമ്പിൾ റെസിപ്പി ആണെങ്കിലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ വീട്ടിൽ ഇനി കൊഞ്ചൊക്കെ മേടിക്കുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ.